ചില ദിവസങ്ങളൊക്കെ നമ്മൾ വിചാരിക്കാറുണ്ടല്ലേ, നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ മാത്രമേ ഇന്ന് നടക്കുള്ളൂ എന്ന്. അങ്ങനെയൊന്നുമില്ല കേട്ടോ. എന്തായാലും രാവിലെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിന്നപ്പോൾ അതിനടക്കാണ് കേട്ടോ എൻ്റെ അയൽവാസി ഫർസു ഇത് കൊടുക്കുന്നത്. രാവിലെ തന്നെ ഒരു ബോക്സ് പാസ്ത ഇങ്ങനെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സന്തോഷമില്ല. നല്ല ചീസൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഏകദേശം ഞങ്ങൾ ചായയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് കൊണ്ടുവന്നത്. അതുകൊണ്ട് ഞങ്ങൾ 4 ആളും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. ടേസ്റ്റിന്റെ കാര്യത്തിൽ ഞാൻ ഒന്നും പറയുന്നില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ വക ഐറ്റംസ് ഒന്നും അങ്ങനെ ഉണ്ടാക്കാത്തതുകൊണ്ട് എനിക്ക് ഈ വക ഐറ്റംസിലൊന്നും വലിയ അറിവും കാര്യങ്ങളൊന്നും. നമ്മൾ ഇങ്ങനത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കാം. ഇന്നതാ കുറച്ച് ചിക്കനും കാടയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കൻ കറി വെക്കണം, കാട രാത്രിക്ക് പൊരിക്കാം. അതിനിടയ്ക്ക് നമുക്ക് പണിക്കാർക്ക് കുറച്ചധികം വത്തക്കളം കൊടുക്കാനുണ്ട്. അപ്പോൾ അതിനിടയിൽ എന്തായാലും ഒരു പീസ് ഞാൻ എടുത്ത് കഴിക്കും, അതാണല്ലോ നിയമം. കൂടെ തന്നെ നെയ്ച്ചോറും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതല്ലേ ചിക്കനക്ക് ഒരു കോമ്പിനേഷൻ. ഉച്ചക്ക് ഇതാ നമുക്ക് നല്ല മിൽക്കി മിസ്റ്റിന്റെ കോഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിന്റെ ഫേവറേറ്റ്. ഈ ഒരു സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് പിന്നെ ചോർക്ക് വേറെ ഒന്നും വേണ്ട കേട്ടോ. ഇത് മാത്രം കൂട്ടിയിട്ട് ഞാൻ ചോറ് കഴിക്കും, നല്ല ടേസ്റ്റ് ആണ്. അപ്പോഴേക്ക് ഇതാ നമ്മുടെ ചിക്കനൊക്കെ അവിടെ സെറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ ഉച്ചക്ക് എല്ലാവരും കൂടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു. അതൊന്നും പിന്നെ ഞാൻ വീഡിയോസിൽ എടുത്തിട്ട് കാട ഞാനൊക്കെ ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്ത് ഫ്രിഡ്ജിലോട്ട് വെച്ചിരിക്കും. പിന്നെ വൈകുന്നേരം ആയപ്പോൾ അതിലോട്ട് മസാലയും കാര്യങ്ങളൊക്കെ ചേർത്ത് നല്ല പോലെ ഫ്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മുടെ ലോങ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് യൂട്യൂബ്. അതായത് ഇതൊരു സ്പെഷ്യൽ കാട പൊരിയാണ്. 1000 കോഴിക്ക് അരക്കാടാന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. നമ്മളൊരു മുഴുവൻ കാട കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഓരോരോ കാട, കാരണം ഇതൊന്നും കഴിക്കാൻ കിട്ടൂല കേട്ടോ. അധികം ഇതിന്റെ എല്ലാം ആയിരിക്കും. പിന്നെ നല്ലപോലെ ഫ്രൈ ചെയ്താൽ ആ എല്ലൊക്കെ നമുക്ക് നല്ലപോലെ കഴിക്കാൻ പറ്റും. നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ. ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഇവിടെ നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ. കാരണം നമ്മുടെ വീട് പണിപ്പുറത്ത് നടക്കുമ്പോൾ നല്ല തട്ടലും മുട്ടലൊക്കെ കേൾക്കുന്നത്. അല്ലാത്ത ടൈമിൽ നമുക്ക് വോയിസ് കൊടുക്കാനുള്ള ഒരു ടൈമില്ല. അങ്ങനെ രാത്രിയായ പിന്നെ നമ്മുടെ സ്ഥിരം പരിപാടി വീടൊന്ന് വിസിറ്റ് ചെയ്യലാണ്. ഇന്ന് എന്തൊക്കെ പണി നടന്നു, കാര്യങ്ങൾ നടന്നു, ഇതൊക്കെ ഒന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നോക്കൂട്ടോ. അപ്പോൾ അതിനായിട്ട് വന്നതായിരുന്നു. അപ്പോൾ അതെല്ലാം അലങ്കോലായി കിടക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ അത് കുറേ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ക്ലീൻ ചെയ്തിട്ട് കാര്യമില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതോടെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് കേട്ടോ. സബ്സ്ക്രൈബും ഫോളോ ചെയ്യാനും മറക്കല്ലേ. പിന്നെ ചെറിയൊരു ലൈക്കും ഒരു കമന്റും കൂടെ ഇടുന്ന് വിചാരിക്കണം.